അർജുൻ എന്നും ഒരു നോവായി മലയാളികളുടെ മനസ്സിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വിവരങ്ങളുമായി മിഥില ബാലൻ അർജുന്റെ വീട്ടിൽ നിന്നും ചേരുന്നുണ്ട്. മിഥില, അർജുൻ സ്ഥിരം വരുന്ന റൂട്ടാണ്, മടങ്ങി വരുന്ന വഴിയിൽ. പക്ഷേ ഇത്തവണത്തെ മടക്കം എന്ന് പറയുന്നത് അത് നമുക്ക് ആലോചിക്കാനാവില്ല. കാത്തിരിക്കുന്നവർക്കൊക്കെ നൊമ്പരമാണ് ഉള്ളിൽ. എങ്ങനെയാണ് ഈ സംസ്കാര ചടങ്ങുകളും മറ്റ് ക്രമീകരണങ്ങളും ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്? ഗോകുൽ പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തേങ്ങലിലാണ് ഇപ്പോൾ ഈ ഒരു കണ്ണാടിക്കൽ നാടുള്ളത്, ഒരു ഗ്രാമമുള്ളത്, അർജുൻ്റെ കൂട്ടുകാരുള്ളത്. ഇതാണ് അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്. ഇവിടെ പൊതുദർശനത്തിനായുള്ള ക്രമീകരണങ്ങൾ നടത്തുകയാണ്. അർജുൻ്റെ സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്. നാളെ പുലർച്ചെ 5 മണിക്കാണ് കോഴിക്കോട് ജില്ലാതിർത്തിയായ അഴിയൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മൃതദേഹം ഏറ്റുവാങ്ങുക. പിന്നീട് അദ്ദേഹം ആ മൃതദേഹത്തെ അനുഗമിക്കും, അർജുൻ്റെ വീട്ടിലെത്തും. ശവസംസ്കാര ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ 6 മണിയോടെ പൂളാടിക്കുന്നിൽ വെച്ച് വിലാപയാത്ര ആരംഭിക്കും. പൂളാടിക്കുന്നിൽ നിന്ന് ആരംഭിക്കുന്ന വിലാപയാത്രയിൽ അർജുൻ്റെ സഹപ്രവർത്തകരായ ലോറി ഡ്രൈവർമാരാണ് വിലാപയാത്രയ്ക്ക് നേതൃത്വം നൽകുക. പിന്നീട് കണ്ണാടിക്കലെത്തും. കണ്ണാടിക്കലിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ, നാട്ടുകാർ, അർജുൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അങ്ങനെ ഒരു നാടൊന്നാകെ വിലാപയാത്രയായി ഞാനിപ്പോൾ ഉള്ള ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട് വരെ വിലാപയാത്രയായി എത്തും. പിന്നീട് നിലവിലിപ്പോൾ 1 മണിക്കൂർ സമയമാണ് പൊതുദർശനത്തിന്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്തായിരിക്കും പൊതുദർശനം. അതിനായുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അർജുൻ്റെ കൂട്ടുകാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂറാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം, കേരളക്കരയൊന്നാകെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അർജുൻ്റെ വിയോഗ വാർത്ത, അല്ലെങ്കിൽ അർജുനെ കാണാതായത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇന്നലെയും ഇന്നുമായി ഈ ഒരു വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തുന്നത്. ഇപ്പോഴും ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് 1 മണിക്കൂറാണ് പൊതുദർശനം. പക്ഷേ ആ ഒരു മണിക്കൂറിന് മുകളിൽ പോകാനാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുള്ളത്. എന്തുതന്നെയായാലും ഇവിടെ എത്തുന്ന ആളുകൾക്ക് അർജുനെ കാണാനുള്ള ഒരു സമയം ഈ നാട്ടുകാരും വീട്ടുകാരും നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു പൊതുദർശനം നീളും. നിലവിൽ 11 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ തൊട്ടടുത്ത്, വീടിൻ്റെ പിൻവശത്തായിട്ടാണ് സംസ്കാരത്തിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, അർജുനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നാടിൻ്റെ ഈ ഒരു എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുള്ള ഒരാളാണ് അർജുൻ. വീട്ടിൻ്റെ അത്താണിയായിരുന്നു. 20-ാം വയസ്സിൽ വളയം പിടിച്ച് ജോലി തേടി വീടിൻ്റെ പ്രാരാബ്ധങ്ങളെല്ലാം, കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളെല്ലാം തലയിലേറ്റിക്കൊണ്ട് പോയ ഒരാൾ. അങ്ങനെയുള്ള നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട, വീട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട ഒരാളുടെ അന്ത്യയാത്രയ്ക്കായുള്ള ഒരു തയ്യാറെടുപ്പ്, ഏറ്റവും നല്ല ഉചിതമായ ഒരു അന്ത്യയാത്ര തന്നെ അർജുന് നൽകാനുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ അർജുൻ്റെ വീട്ടിൽ, നാട്ടിൽ കൂട്ടുകാരും കുടുംബങ്ങളും എല്ലാവരും കേരളക്കരെ ഒന്നാകെ ഇപ്പോൾ നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ അതിൻ്റെ ഒരു ദൃശ്യങ്ങൾ, പൊതുദർശനം നാളെ ഇവിടെയാണ്, അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ. ശരി, മിഥില ബാലനാണ് അർജുൻ്റെ കണ്ണാടിക്കലുള്ള വീട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വീട്ടിൽ ഇത്രയും നാൾ അർജുൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്നുള്ളതൊഴിച്ചാൽ അവിടെ ഒരു സങ്കടക്കടലായി മാറുകയാണ്. എന്തായാലും ആ പ്രദേശത്തുള്ളവർ മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എന്തായാലും അർജുൻ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 72 നാൾ കാത്തിരുന്നവർ എത്ര പേരാണ് മലയാളികൾ. ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ബോക്സ് വന്നിട്ട് നിങ്ങൾ അർജുനെ വിട്ടോ, അല്ലെ അർജുൻ്റെ വിവരം എന്താണെന്ന് ചോദിക്കുന്നവരായിരുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് പ്രതീക്ഷിച്ചതാണ്. ഇനിയൊരു ശുഭപ്രതീക്ഷ വേണ്ട എന്ന് മനസ്സിലാക്കിയതാണ്. ഒരു സമാധാനം അദ്ദേഹത്തിൻ്റെ, എന്താ പറയുക, ആചാരപ്രകാരം അല്ലെങ്കിൽ വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കാനാകുന്നു. വീട്ടുകാർക്കൊരു ഉത്തരമാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ആശ്വാസവുമില്ല. എന്നാലും നാളെ രാവിലെ 6 മണിക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തത്സമയ വിവരങ്ങളുമായി 24 ഉണ്ടാകും. തീർച്ചയായും പുലർച്ചെ വിലാപയാത്ര എത്തുന്ന സമയം മുതൽ തന്നെ പുലർച്ചെ 5 മണി മുതൽ 24 തത്സമയം ആ വിലാപയാത്രയുടെ വിവരങ്ങൾ, ഒപ്പം കടന്നു വരുന്ന വഴിയിൽ കേരളം, മലയാളികൾ എങ്ങനെ അർജുൻ ഇവിടെ ചൊല്ലുമെന്നത് 24-ലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും. സ്വാഭാവികമായും നാളെ രാവിലെ 5 മണി മുതൽ തന്നെ 24 തത്സമയം ദൃശ്യങ്ങളും വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും.